إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. ادعوا ربكم تضرعا وخفيا إنه لا يحب المعتدين. أيها الناس أوصيكم وإياي أولا بتقوى الله. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോട് ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തിൻ്റെ എല്ലാ സുഖങ്ങളും വിട്ടെറിഞ്ഞുകൊണ്ട് മറ്റൊരു ലോകത്തേക്ക് യാത്ര തിരിക്കാനുള്ളവരാണ് നാം ഓരോരുത്തരും എന്ന നിലക്ക് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിക്കുവാനും അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടി അവൻ്റെ തൃപ്തി നേടി ഈ ലോകത്തു നിന്ന് വിട പറയുന്ന ഏറ്റവും നല്ല ആളുകളുടെ കൂട്ടത്തിൽ അവൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ നമ്മൾക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കും: കുല്ലു ഉമ്മത്തി മുആഫൻ ഇല്ലൽ മുജാഹിരീൻ. കുല്ലു ഉമ്മത്തി, എൻ്റെ ഉമ്മത്തുകളിൽ പെട്ടവർക്കെല്ലാം
അള്ളാഹു പുറത്തു കൊടുക്കും. ഇല്ലൽ മുജാഹിരീൻ, മുജാഹിരീങ്ങൾക്കൊഴികെ. അപ്പൊ ഇല്ലൽ മുജാഹിരീൻ എന്ന് പറയുമ്പോൾ ആ മുജാഹിരീൻ എന്ന് പറയുന്ന വിഭാഗത്തിൽ ഞാൻ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കണം. ആ ആളുകളുടെ പ്രത്യേകത എന്താണ്? അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. അൻ യഅമല റജുലു ബില്ലൈലി അമലൻ, രാത്രി ഒരു മനുഷ്യൻ ഒരു കാര്യം ചെയ്യുകയാണ്, ഒരു തെറ്റ് ചെയ്യുകയാണ്. എന്നിട്ടോ സുമ്മ യുസ്ബിഹു വഖദ് സതറഹുല്ലാഹു അലൈഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അവനിൽ നിന്ന് മറച്ചു വെച്ചു. ആ ഒരു തെറ്റിനെ അല്ലാഹ് മറച്ചു വെച്ചു. ജനങ്ങൾക്കിടയിൽ ആ തെറ്റ് കാണരുത് എന്ന രൂപത്തിൽ റബ്ബ് അതിനെ മറച്ചു വെച്ചു. ഫയഖൂലു, എന്നിട്ട് രാവിലെ ആയപ്പോ ആ മനുഷ്യൻ പറയാൻ തുടങ്ങി, യാ ഫുലാൻ അമിൽതൽ ബാരിഹ കദാ വകദാ, ഇന്നലെ രാത്രി ഇന്ന ഇന്ന പ്രവർത്തനങ്ങൾ, ഇന്ന ഇന്ന തെറ്റുകൾ അത് ഞാൻ ചെയ്തിരുന്നു എന്ന് ഒരു മനുഷ്യൻ പറയുകയാണ്. വഖദ് ബാത യസ്തറഹു റബ്ബുഹു വയുസ്ബിഹ യക്ഷഫ സതറഹുല്ലാഹു അലൈഹി അൻഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രാത്രി മുഴുവൻ ആ തെറ്റിനെ അവനിൽ നിന്ന് മറച്ചു വെക്കുകയും എന്നിട്ട് പ്രഭാതമായപ്പോൾ അവൻ തന്നെ ജനങ്ങളോട് പറയുന്ന ഒരവസ്ഥ. സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു വസ്തുതയാണ്. പൊതുവെ മനുഷ്യരെന്ന് പറയുന്നത് അവരുടെ തിന്മകൾ, അവരുടെ ന്യൂനതകൾ അത് മറ്റാരും അറിയരുത് എന്ന് വിചാരിച്ച് അതിനെ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നവരാണ്. എന്നാൽ നമ്മൾക്ക് പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ നല്ല എന്തെങ്കിലും ഒരു ഗുണം നമ്മൾക്ക് ഉണ്ട് എങ്കിൽ അതെല്ലാവരും അറിയണം എന്നും ആഗ്രഹിക്കുന്നവരാണ്. ഇവിടെ ഈ ഒരു ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് ആ മനുഷ്യനിൽ നിന്ന് അള്ളാഹു മറച്ചു വെച്ച ആ തെറ്റിനെ ആ മനുഷ്യൻ ജനങ്ങൾക്കിടയിലേക്ക് പരസ്യമാക്കി മാറ്റുകയാണ്. അങ്ങനെ പരസ്യമാക്കുന്ന ആളുകളാണ് മുജാഹിരീൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നത്. അവരുടെ പ്രാർത്ഥന അല്ലെങ്കിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ തെറ്റുകൾ അത് പുറത്തു കൊടുക്കുകയില്ല എന്ന് പരിചയപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടുന്ന വിഷയമാണ്. പല നന്മകളും നമ്മൾ ചെയ്യാറുണ്ട്. ആ നന്മകൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ചില ചിന്തകളുണ്ട്. ഞാനും എൻ്റെ റബ്ബും മാത്രം അറിയുന്ന, അള്ളാഹുവും ഞാനും മാത്രം അറിയുന്ന എത്ര നന്മകൾ എൻ്റെ ജീവിതത്തിലുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടുന്ന വസ്തുതയാണ്. നമ്മുടെ തിന്മകൾ നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഒരിക്കലും ഒരാളും അറിയരുതേ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, വിചാരിക്കുന്നു. അതുപോലെ നമ്മുടെ നന്മകൾ ഒരാളും കാണരുതേ, ഒരാളും അത് മനസ്സിലാക്കരുതേ എന്ന് വിചാരിച്ച എത്ര നന്മകൾ നമ്മൾക്കുണ്ട് എന്ന് ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു കാര്യമാണ്, രഹസ്യമായി നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏതൊരു കാര്യവുമുണ്ടോ അത് നമ്മൾ രഹസ്യമായിട്ട് തന്നെ ചെയ്യണമെന്ന റസൂലുള്ളാഹി പറയുകയാണ്. മനിസ്തതാഅ മിൻകും അൻ യകൂന ലഹു ഖബീഉം മിൻ അമലി സ്വാലിഹ് ഫലിയഫ്അൽ. ഒരു മനുഷ്യന് രഹസ്യമായിട്ട് ഒരു കാര്യം ചെയ്യുവാൻ കഴിയുകയാണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു അവസരം അവന് ലഭിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അവൻ അത് രഹസ്യമായി തന്നെ ചെയ്തു കൊള്ളട്ടെ എന്നുള്ളതാണ്. താബിഉകൾ സ്വഹാബിമാരുടെ ക്വാളിറ്റിയായി ഉദ്ധരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾക്ക് കാണുവാൻ സാധിക്കും. ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹ് അദ്ദേഹം പറയുകയാണ്, ലഖദ് അദ്റക്നാ അഖ്വാമൻ, ഞാൻ ചില മനുഷ്യരെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ കൂടെ ഞാൻ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. മാ കാന അലാ അർളിൻ യഖ്ദറൂന അൻ യഅമല ഫിസ്സിർരി ഫയകൂന അലാനിയതൻ അബദ. മാ കാന അലാ അർളിൻ, ഈ ഭൂമിയിലൂടെ അവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് രഹസ്യമായി എന്തെങ്കിലും ഒരു കാര്യം, ഒരു നന്മ ചെയ്യാൻ അവർക്ക് അവസരം ലഭിച്ചു കഴിഞ്ഞാൽ അതിനെ അവർ ഒരിക്കലും പരസ്യമാക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹ് പരിചയപ്പെടുത്തി തരികയാണ്. അബൂ ഹാസിം റഹ്മത്തുള്ളാഹ് പറയുന്നു, ഉക്തും ഹസനാതിക് അശദ്ദു മിമ്മാ തക്തും. നിനക്ക് രഹസ്യമായി ചെയ്യാൻ കഴിയുന്നതൊക്കെ
നീ ചെയ്യുക, നീ അതിനെ രഹസ്യമാക്കി വെക്കുക. അശദ്ദു മിമ്മാ തക്തുമുസ് സയ്യിആതിക്, നിന്റെ പ്രവർത്തനങ്ങൾ, അത് തെറ്റായിട്ടുള്ള മ്ലേച്ഛമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അത് മറ്റാരും കാണരുതേ എന്ന് പറഞ്ഞ് നീ ഗോപ്യമാക്കി വെക്കുന്നത് പോലെ നിന്റെ നന്മകളും നീ ഗോപ്യമാക്കി വെക്കുക എന്ന് അബൂ ഹാസിം റഹ്മത്തുള്ള പറയുകയാണ്. സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാചകം നമ്മൾക്ക് കാണുവാൻ സാധിക്കും. ഇജ്അലൂ ലക്കും ഖബീഅതൻ മിൻ അമലി സ്വാലിഹ്, നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ അത് ഗോപ്യമാക്കി വെക്കണം, ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കണം. കമാ അന്നലക്കും ഖബീഅത്തിൻ മിൻ അമലി സയ്യിഅ, നിങ്ങളുടെ ചീത്തയായിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് നിങ്ങൾ മറച്ചു വെക്കുന്നത് പോലെ നന്മയായിട്ടുള്ള പ്രവർത്തനങ്ങളെ ജനങ്ങളിൽ നിന്ന് നിങ്ങൾ മറച്ചു വെക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കും, എന്താ 5 വക്ത് ജമാഅത്ത് നമസ്കാരത്തിന് പള്ളിയിൽ വരുമ്പോൾ എല്ലാവരും അറിയൂലേ? അങ്ങനെയുള്ള കാര്യമല്ല പറയുന്നത്. രഹസ്യമായിട്ട് നമ്മൾക്ക് എന്തെല്ലാം ഇബാദത്തുകൾ ചെയ്യാൻ കഴിയുമോ അതെല്ലാം നമ്മൾ രഹസ്യമായിട്ട് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം ചില നന്മകളെങ്കിലും നമ്മൾക്ക് പരസ്യപ്പെടുത്തേണ്ടതായിട്ട് വരും, ചില കാര്യങ്ങളെങ്കിലും നമ്മൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ കഴിയുന്നത്ര രഹസ്യമാക്കാൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന അടിമകളുടെ സ്വഭാവ ഗുണങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾക്ക് പരിചയപ്പെടുത്തി തരുന്ന കാര്യം, ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദ അത്തഖിയ അൽ ഗനിയ അൽ ഖഫിയ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ആളുകളുടെ സ്വഭാവ ക്വാളിറ്റികളാണ് പറയുന്നത്. യുഹിബ്ബുൽ അബ്ദ, അല്ലാഹു ഒരു അബ്ദിനെ, ഒരു അടിമയെ ഇഷ്ടപ്പെടും. അത്തഖിയ, സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർ. ഏത് പ്രയാസങ്ങളുടെ ഘട്ടങ്ങൾ വന്നാലും, എന്ത് തന്നെ പ്രയാസങ്ങൾ കടന്നു വന്നാലും, ഒരു തെറ്റ് ചെയ്യാനുള്ള അവസരം അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും എൻ്റെ റബ്ബ് കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് അതിൽ നിന്ന് മാറി നിന്ന് അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾ, സൂക്ഷ്മത പാലിക്കുന്നവർ ഒന്നാമത്തെ വിഭാഗം. രണ്ടാമതായിട്ട് പരിചയപ്പെടുത്തുന്നു അൽ ഗനിയ, ധന്യനായിട്ടുള്ള ആൾ. ധന്യൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉള്ളത് കൊണ്ട് അയാൾക്ക് എത്രയാണോ ലഭിക്കുന്നത് ആ കിട്ടുന്ന സമ്പാദ്യത്തിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യൻ. മൂന്നാമതായിട്ട് റസൂലുള്ള പരിചയപ്പെടുത്തുകയാണ് അൽ ഖഫിയ, അവൻ്റെ പ്രവർത്തനങ്ങളെ മറച്ചു വെക്കുന്നവൻ. നന്മയായിട്ടുള്ള പ്രവർത്തനങ്ങൾ സമൂഹം അറിയരുത്, അല്ലെങ്കിൽ മറ്റുള്ളവരറിയരുത്, അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ളത് മാത്രമാക്കിക്കൊണ്ട് മറച്ചു വെക്കുന്ന അടുത്ത ഒരു വിഭാഗത്തെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. സഹോദരന്മാരെ, കഴിഞ്ഞ ദിവസം നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് മനസ്സിലാക്കി. ഇപ്പം ഏത് തരത്തിലുള്ള പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു കവചം അത് പ്രാർത്ഥനയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇബാദത്തിൻ്റെ മജ്ജ എന്നും ഏറ്റവും നല്ല ഇബാദത്ത് എന്നുമൊക്കെയാണ് പ്രാർത്ഥനയെക്കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ആ പ്രാർത്ഥന അത് എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ചാണ് ഞാനിവിടെ ഖുതുബയിൽ ഓതിവെച്ച ആയത്ത്, തുടക്കത്തിൽ ഓതിവെച്ച ആയത്ത്, അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഉദ്ഉ റബ്ബക്കും തളർറുഅൻ വഖുഫിയ ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. എങ്ങനെയാവണം ഒരു പ്രാർത്ഥന എന്നതിനെ സംബന്ധിച്ച്, മനുഷ്യരെ നിങ്ങളുടെ റബ്ബിനെ താഴ്മ കാണിച്ചുകൊണ്ടും സ്വകാര്യമായിക്കൊണ്ടും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുവിൻ. നിശ്ചയമായും അവൻ അതിരുവിടുന്നവരെ ഇഷ്ടപ്പെടുകയില്ല. അപ്പൊ ഇവിടെ താഴ്മ കാണിച്ചുകൊണ്ട് സ്വകാര്യമായിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുവീൻ എന്ന് ആ പ്രാർത്ഥനയുടെ കാര്യത്തിൽ പരിചയപ്പെടുത്തി തരികയാണ്. സഹോദരന്മാരെ, നമ്മൾ ഓരോരുത്തരും കേട്ട് മനസ്സിലാക്കിയ ഹദീസാണ്. ഈ അള്ളാഹുവിൻ്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത ഒരു ലോകം നമ്മൾക്ക് വരാനുണ്ട്. ഒരു ചാണിൽ സൂര്യൻ നിൽക്കുന്ന ആ ഒരു ലോകം, വിയർത്തു കുളിക്കുന്ന പല ആളുകളുടെയും വിയർപ്പുകളെ പറ്റി പോലും ഹദീസുകളിൽ നമ്മൾക്ക് കാണാം. സഹോദരന്മാരെ, അത്രത്തോളം വിയർത്തു കുളിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തണലിട്ട് നൽകുന്ന ചില വിഭാഗങ്ങളുണ്ട്. 7 വിഭാഗം ആളുകൾക്ക്
അള്ളാഹു തണലിട്ട് നൽകുമെന്നുള്ളതാണ്. അതിലൊരു വിഭാഗം ആളുകളെ കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, റജുലുൻ ദക്കറഹുല്ലാഹു ഫാളത് ഐനാഹു. ഒരു മനുഷ്യൻ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ദക്കറഹുല്ലാഹു ഖാലിയൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർത്തുകൊണ്ട് അവൻ ഒറ്റക്ക് നിൽക്കുകയാണ്. ഫാളത് ഐനാഹു, അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്ന ഒരു മനുഷ്യൻ, അവൻ അള്ളാഹുവിൻ്റെ തണലുണ്ട് എന്ന് പരിചയപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, ഈ വിഭാഗങ്ങളിലൊക്കെ നമ്മൾ ഉൾപ്പെടുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പിന്നീട് നമ്മൾക്ക് കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസിൽ നമ്മൾക്ക് കാണാം, ഇന്ന ഫിൽ ജന്നത്തി ഉറഫ, സ്വർഗത്തിന് ധാരാളം വാതിലുകളുണ്ട്, റൂമുകളുണ്ട്. അതിലൊരു റൂം ഉള്ളിൽ നിന്ന് നോക്കിയാൽ പുറത്തേക്ക് കാണുന്ന, പുറത്ത് നിന്ന് നോക്കിയാൽ ഉള്ളിലേക്ക് കാണുന്ന പളുങ്കുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു റൂമിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് കേട്ട പാടെ തന്നെ ഒരു അറാബി നബിയോട് ചോദിക്കുകയാണ്, ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, ആ റൂം ആർക്കാണ് നബിയെ ഉള്ളത്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ലഭിക്കുന്ന ആളുകളുടെ ചില കാര്യങ്ങൾ റസൂലുള്ള പരിചയപ്പെടുത്തുകയാണ്. ലിമൻ അത്വാബൽ കലാം, സംസാരം നന്നാക്കിയവന്. ഒന്നാമത്തെ വിഭാഗം സംസാരം നന്നാക്കിയവനാണ്. സഹോദരന്മാരെ, സംസാരം നമ്മൾ ഏറ്റവും അധികം സൂക്ഷിക്കേണ്ടുന്ന വിഷയമാണ്. ഇന്ന് രാഷ്ട്രീയ ഇതൊക്കെ കഴിഞ്ഞ്, വോട്ടെടുപ്പൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ആ ഒരു അവസ്ഥയിലൊക്കെ പല രൂപത്തിലുള്ള സംസാരങ്ങളും ഒക്കെ നമ്മൾ നടത്താറുണ്ട്. ഇവിടെ സംസാരം നന്നാക്കിയവനാണ് ഒന്നാമത്തെ വിഭാഗമായിട്ട് പരിചയപ്പെടുത്തുന്നത്. രണ്ടാമത്തെ വിഭാഗം ഭക്ഷണം നൽകിയവന്, ദരിദ്രനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഭക്ഷണം നൽകിയ ആൾക്ക് ആ റൂമുണ്ട് എന്ന് റസൂലുള്ള പരിചയപ്പെടുത്തുകയാണ്. മൂന്നാമതായിട്ട് പരിചയപ്പെടുത്തുന്നത് നോമ്പ് നോറ്റ വ്യക്തിക്ക്, അതായത് നോമ്പ് നിർവഹിച്ച ഒരു മനുഷ്യന് ആ റൂമിൽ പ്രവേശിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തുന്നു, വസല്ലാ ലില്ലാഹി ബില്ലൈലി വന്നാസ് നിയാം, ജനങ്ങളെല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവൻ എണീച്ചു നിന്നുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുകയാണ്. തഹജ്ജുദ് നമസ്കരിക്കുന്ന ആ ഒരു മനുഷ്യൻ. സഹോദരന്മാരെ, ഇവിടെ പണ്ഡിതന്മാർ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത് ആ ഒരു ആരാധന ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടിയിട്ടല്ല, എല്ലാവരും ഞാൻ നന്നായിട്ട് നമസ്കരിക്കുന്നവനാണെന്ന് അറിയണം എന്ന ഉദ്ദേശത്തോടു കൂടിയല്ല. ഞാനും എൻ്റെ റബ്ബും മാത്രം, അവൻ എനിക്ക് പുറത്തു തരണം, അവൻ എൻ്റെ സങ്കടങ്ങൾ കേൾക്കണം എന്ന രൂപത്തിൽ അള്ളാഹുവിലേക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്ന എല്ലാവരും കൂടി ഉറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുന്നവന് ആ ഒരു വാതിലുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട വസ്തുതയാണ്. ആ ഒരു പേരിലെങ്കിലും സഹോദരന്മാരെ നമ്മൾ ഉൾപ്പെടുമോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇല്ല എങ്കിൽ അത് ഉൾപ്പെടാനുള്ള പരിപാടികൾ, അത് ഉൾപ്പെടാനുള്ള കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്നുള്ളതാണ്. ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹ് വീണ്ടും സ്വഹാബികളെ കുറിച്ച് പറയുകയാണ്. സ്വഹാബികളിൽ പല ആളുകളും ഖുർആൻ മനഃപ്പാഠമാക്കുവാൻ വേണ്ടി ശ്രമിക്കാറുണ്ടായിരുന്നു. എങ്ങനെയാണ് അവർ മനഃപ്പാഠമാക്കിയിരുന്നത്? അതിനെക്കുറിച്ചും അദ്ദേഹം പറയുകയാണ്, തൻ്റെ അടുത്തിരിക്കുന്ന തൻ്റെ സഹോദരൻ അവൻ കേൾക്കുമോ എന്ന് പേടിച്ച് ശബ്ദം താഴ്ത്തി അവർ ഖുർആൻ മനഃപ്പാഠമാക്കാറുണ്ടായിരുന്നു. അടുത്തിരുന്ന ആൾക്ക് പോലും അറിയില്ല ഇവിടെ ഇരിക്കുന്ന ആള് ഖുർആൻ മനഃപ്പാഠമാക്കുകയാണ് എന്ന് അറിയാത്ത രൂപത്തിൽ അവർ ഖുർആനിനെ മനഃപ്പാഠമാക്കാറുണ്ടായിരുന്നു. ദീനിൽ അഗാധ ജ്ഞാനം അവർ കരസ്ഥമാക്കാറുണ്ടായിരുന്നു. അവിടെ അടുത്തുള്ള ആൾക്ക് പോലും അറിയില്ല ഇദ്ദേഹത്തിന് ഇത്രത്തോളം ദീനിൽ അഗാധമായിട്ടുള്ള അറിവുണ്ട് എന്ന്. വേറൊരു മനുഷ്യനും അറിയാത്ത രൂപത്തിൽ അവരങ്ങനെ ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. രാത്രി തറാവിഹ് നമസ്കരിക്കും, അത് ദീർഘനേരം അവര് നമസ്കരിക്കാറുണ്ടായിരുന്നു. ഒരാളെ വിരുന്നിന് ക്ഷണിച്ച അതിഥി പോലും അറിയാത്ത രൂപത്തിൽ അവര് നമസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് നമ്മൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട വസ്തുതയാണ്, താനും എൻ്റെ റബ്ബും മാത്രമറിയുന്ന പ്രാർത്ഥനകൾ
താനും എൻ്റെ റബ്ബും മാത്രം അറിയുന്ന എത്ര ആരാധനകൾ നമ്മൾക്കിടയിലുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. സക്കരിയ നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനയെക്കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുകയാണ്. ഇദ്നാദാ റബ്ബഹു നിദാഅൻ ഖഫിയാ. തൻ്റെ റബ്ബിനോട് രഹസ്യമായിട്ടുള്ള നിലയിൽ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. സക്കരിയ നബി അലൈഹിസ്സലാമയുടെ ക്വാളിറ്റി ആയിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി തരികയാണ്. അള്ളാഹുവിന് വേണ്ടി രഹസ്യമായ നിലയിൽ പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു സക്കരിയ നബി അലൈഹിസ്സലാം എന്ന് പരിചയപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, സ്വഹാബിമാരുടെയും താബിഈകളുടെയും ഒക്കെ ചരിത്രങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ധാരാളം ഉദാഹരണങ്ങൾ നമ്മൾക്ക് കാണുവാൻ സാധിക്കും. അലി ഇബ്നു സൈനുൽ ആബിദീൻ എന്ന് പറഞ്ഞ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരമകൻ, അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. സമ്പത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് ജനങ്ങൾ പറയാൻ തുടങ്ങി, അദ്ദേഹം പിശുക്ക് കാണിക്കുകയാണ്, സമ്പത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പിശുക്കനാണ് എന്നൊക്കെ ജനങ്ങൾ പറയാൻ തുടങ്ങി. പരസ്യമായിട്ട് അദ്ദേഹം അത്രത്തോളം ദാനം ചെയ്യുന്നത് അവരൊരിക്കലും കണ്ടിട്ടില്ലായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തെക്കുറിച്ച് ആ രൂപത്തിലുള്ള അപവാദങ്ങൾ പറയുമ്പോൾ അദ്ദേഹം അതിന് മറുപടി നൽകാറ്, ഇന്ന സ്വദഖത്തി സിർരി തത്ഫഉ അളബർ റബ്ബ്. രഹസ്യമായിട്ടുള്ള സ്വതക്കകൾ അള്ളാഹുവിൻ്റെ കോപത്തെ കെടുത്തിക്കളയുമെന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നു പോവുകയാണ്. അലി ഇബ്നു സൈനുൽ ആബിദീൻ അദ്ദേഹം മരണപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കുളിപ്പിക്കുവാൻ വേണ്ടി ആ ജനാസ അങ്ങ് മുന്നോട്ട് വെക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചുമൽ ഭാഗത്ത് ഒരു വലിയ അടയാളം രൂപപ്പെട്ടിരുന്നു എന്ന് ചരിത്രം പരിചയപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് ഇത്രയും വലിയ ഒരു അടയാളം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് എന്നതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലായ കാര്യം, അതേ അദ്ദേഹം മരണപ്പെട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ നാട്ടിലെ പാവപ്പെട്ട 100ഓളം ആളുകൾ അവരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണമില്ലാതെ പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടപ്പോഴാണ് ഇവർക്കൊക്കെ എല്ലാവരും രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഇദ്ദേഹം അവർക്ക് വേണ്ട ഭക്ഷണം അവരുടെ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കാറുണ്ടായിരുന്നു എന്ന് ആ നാട്ടിലെ ആളുകൾ പോലും അറിയുന്നത്. അത്രത്തോളം രഹസ്യമായിട്ട് അദ്ദേഹം തൻ്റെ കാര്യങ്ങൾ ചെയ്തു എന്ന് നമ്മൾക്ക് കാണുവാൻ സാധിക്കും. സഹോദരന്മാരെ, അതുപോലെ തന്നെ ദാവൂദ് ഇബ്നു അബീ ഹിന്ദ് എന്ന് പറയുന്ന ആളുടെ ചരിത്രം നമ്മൾക്ക് കാണുവാൻ സാധിക്കും. വീട്ടിൽ നിന്ന് ആ മനുഷ്യൻ ഇറങ്ങുന്ന സമയത്ത് ജോലിക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ കുറച്ച് ഭക്ഷണം എടുത്ത് ഒരു പാത്രത്തിൽ കുറച്ച് ഭക്ഷണം എടുത്ത് അദ്ദേഹത്തിൻ്റെ ഒപ്പം ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോകും. സ്വന്തം ഭാര്യയ്ക്ക് പോലും അറിയില്ല അദ്ദേഹം നോമ്പുകാരനാണ് എന്നുള്ളത്. അദ്ദേഹം അത്താഴത്തിനെണീച്ച് അത്താഴം കഴിച്ച് അദ്ദേഹം ജോലി സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ നിന്ന് ഉച്ചഭക്ഷണം കഴിക്കാമെന്ന നിലയിൽ ഭക്ഷണത്തിൻ്റെ പൊതിയുമായി ആ വീട്ടിൽ നിന്ന് അദ്ദേഹം ഇറങ്ങിപ്പോയിട്ട് മഗ്‌രിബിൻ്റെ സമയമാവുമ്പോൾ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ ആ ഭക്ഷണമൊക്കെ കഴിച്ച നിലയിൽ കാണും. ഭാര്യ വിചാരിക്കും ജോലി സ്ഥലത്ത് നിന്ന് അതെല്ലാം കഴിച്ചിട്ട് വന്നതായിരിക്കും എന്നുള്ളത്. പിന്നീടാണ് അദ്ദേഹത്തെക്കുറിച്ച് അറിയുന്നത്, അദ്ദേഹം ഈ സുന്നത്തായിട്ടുള്ള എല്ലാ നോമ്പുകളും എടുക്കുന്ന വ്യക്തിയായിരുന്നു. അതിന് സ്വന്തം ഭാര്യ പോലും അറിയാത്ത രൂപത്തിൽ അദ്ദേഹം സുന്നത്തായിട്ടുള്ള നോമ്പ് എടുക്കാറുണ്ടായിരുന്നു എന്ന് ചരിത്രം നമ്മൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഹസ്സാൻ ഇബ്നു അബീ സിനാൻ എന്ന് പറയുന്ന താബിഈയുടെ ചരിത്രം. അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുകയാണ്, എൻ്റെ ഭർത്താവ് എന്നെ പല രൂപത്തിൽ കബളിപ്പിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഭർത്താവിൻ്റെ കൂടെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ ഉറങ്ങി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അദ്ദേഹം എഴുന്നേൽക്കുകയും വുളു എടുത്ത് അദ്ദേഹം തഹജ്ജുദ് നമസ്കരിക്കാറുണ്ടായിരുന്നു. ഞാൻ ചിലപ്പോഴൊക്കെ ഉറങ്ങി എന്നതുപോലെ അഭിനയിച്ച് കിടക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം എഴുന്നേറ്റ് നമസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് പരിചയപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, അവരൊക്കെ ആഗ്രഹിച്ചത് തൻ്റെ പ്രവർത്തനങ്ങൾ അതെത്രത്തോളം രഹസ്യമാക്കുവാൻ കഴിയുമോ അതിനായിരുന്നു എന്നുള്ളതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ചരിത്രം നമ്മൾക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹത്തെ ജയിലിലേക്ക് അടക്കുന്ന ആ ഒരു സമയത്ത് അദ്ദേഹം പറയുന്ന
ചില വാചകങ്ങളുണ്ട്. എന്നെ ജയിലിലടച്ചാൽ എൻ്റെ ഹൃദയത്തിലുള്ള ഈമാനും മറ്റു കാര്യങ്ങളുമൊക്കെ നശിക്കുമെന്നാണോ അവർ വിചാരിക്കുന്നത്? എന്നെ ജയിലിലടച്ചാൽ എനിക്ക് അള്ളാഹുവുമായിട്ട് ഒറ്റക്ക് സംസാരിക്കാൻ കഴിയുന്ന ആ ഒരു അവസ്ഥയുണ്ടാവുമല്ലോ എന്നാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞത്. എന്നെ അവർ കൊന്നു കഴിഞ്ഞാൽ എനിക്ക് ഷഹാദത്തിൻ്റെ പ്രതിഫലമുണ്ടാവുമല്ലോ എന്നതാണ് അദ്ദേഹം അവിടെ സൂചിപ്പിക്കുന്നത്. സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ രഹസ്യമായി നമ്മൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ടോ അതെല്ലാം രഹസ്യമായി തന്നെ ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അയ്യുഹന്നാസ് ഉസീക്കും വ ഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ വസിയത്ത് ചെയ്യുകയാണ്. സഹോദരന്മാരെ, നമ്മൾ ഇതുവരെ സംസാരിച്ചത് നമ്മുടെ കർമ്മങ്ങൾ അത് രഹസ്യമാക്കിയാൽ നമ്മൾക്ക് ലഭിക്കുന്ന ആ ഒരു നേട്ടത്തെ സംബന്ധിച്ചും കാര്യങ്ങളെ സംബന്ധിച്ചുമൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. സഫിയാൻ ഇബ്നു ഉയൈന എന്ന് പറയുന്ന പണ്ഡിതൻ 3 രൂപത്തിൽ ഒരു മനുഷ്യനെ നമ്മൾക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം അതിനെ 3 കാറ്റഗറികളായിട്ട് തരംതിരിക്കുകയാണ്. ഒരു വിഭാഗം ആളുകൾ എന്ന് പറയുന്നത് അവരുടെ രഹസ്യ ജീവിതം, അവരുടെ പരസ്യ ജീവിതം രഹസ്യ ജീവിതത്തിനേക്കാൾ നല്ലതാണ് എങ്കിൽ അദ്ദേഹം പറയുകയാണ് അവരവരുടെ ജീവിതത്തോട് അക്രമം ചെയ്തവരാണ് എന്നുള്ളത്. അദ്ദേഹം ഒന്നാമതായിട്ട് പരിചയപ്പെടുത്തി തരുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതം, അവൻ്റെ പരസ്യമായിട്ടുള്ള ജീവിതം ഏറ്റവും നല്ല ഭംഗിയുള്ളതാണ്. ജനങ്ങൾ അവനെ കണ്ടാൽ പറയും അവൻ 5 വക്തും പള്ളിയിൽ പോകുന്നവനാണ്, അവന് സക്കാത്ത് കൊടുക്കുന്നവനാണ്, അവന് ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നവനാണ് എന്ന രൂപത്തിൽ എല്ലാത്തിലും ക്ലിയറാണ്, നല്ല രൂപത്തിലാണ് ആ മനുഷ്യൻ്റെ പരസ്യമായിട്ടുള്ള ജീവിതം. എന്നാൽ രഹസ്യമായിട്ടുള്ള ജീവിതത്തിൽ എന്ത് തരത്തിലുള്ള തെറ്റുകൾ അവന് ചെയ്യാൻ അവസരം കിട്ടിക്കഴിഞ്ഞാലും ആ തെറ്റുകളൊക്കെ അവന് ചെയ്യും. ആരും അറിയില്ല എന്ന് മനസ്സിലാക്കിയാൽ, ആരും തന്നെ കാണുന്നില്ല എന്ന് മനസ്സിലാക്കിയാൽ എന്ത് തരത്തിലുള്ള തെറ്റുകളും ചെയ്യാൻ അവന് തയ്യാറാണ് എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞത് അവൻ അവൻ്റെ ജീവിതത്തോട് അക്രമം ചെയ്തവനാണ്, അക്രമം പ്രവർത്തിച്ചവനാണ്. സഹോദരന്മാരെ, ഒന്നും തന്നെ അവന് ബാക്കി ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. അവൻ്റെ പ്രവർത്തനമായി ഒന്നും ഉണ്ടാവുകയില്ല. എന്നിട്ട് രണ്ടാമത്തെ ഒരു വിഭാഗത്തെ അദ്ദേഹം പരിചയപ്പെടുത്തി തന്നു. രണ്ടാമത്തെ വിഭാഗം, അദ്ദേഹം പരസ്യത്തിൽ എങ്ങനെയാണോ ആ മനുഷ്യൻ്റെ ജീവിതം കാണുന്നത് അതുപോലെ തന്നെയാണ് രഹസ്യത്തിലും അവൻ്റെ ജീവിതം. അവൻ ഒറ്റക്കായാലും ഒരുപോലെയാണ്, എന്നാലോ പരസ്യത്തിലാണെങ്കിലും ഒരുപോലെയാണ്. തിന്മകൾ പരസ്യമായിട്ട് അവന് ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ രഹസ്യത്തിലും അവൻ്റെ തിന്മകളുണ്ട്. നന്മകൾ അവന് ചെയ്യുകയാണെങ്കിൽ അതിലും നന്മകളും ഒരുപോലെയുണ്ട്. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞത് അവൻ്റെ ജീവിതത്തോട് നീതി ചെയ്തു എന്നുള്ളതാണ്. അവൻ്റെ ജീവിതത്തോട് അവന് നീതി ചെയ്തു. കാരണം മറ്റേ ആദ്യം പറഞ്ഞ വ്യക്തിയുടെ അത്രത്തോളം വലിയ ഒരു പ്രശ്നമോ അല്ലെങ്കിൽ അത്ര ഒരു സങ്കീർണതയോ ഒന്നും ഈ രണ്ടാമത്തെ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. മൂന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞ ആ ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റി, നമ്മൾ ഓരോരുത്തരും ആ ഒരു ക്വാളിറ്റി നേടാനാണ് ശ്രദ്ധിക്കേണ്ടത്. ആ മനുഷ്യനെ കുറിച്ച് അദ്ദേഹം വിശദീകരിച്ച് തരുന്നത് നമ്മൾക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ പരസ്യ ജീവിതം, അദ്ദേഹത്തിൻ്റെ രഹസ്യ ജീവിതം പരസ്യ ജീവിതത്തെക്കാൾ നല്ലതാണ് എങ്കിൽ
അവൻ്റെ ജീവിതത്തിൽ ശ്രേഷ്ഠതയുള്ളവനാണ്, മഹത്വമുള്ളവനാണ് എന്ന് അദ്ദേഹം പരിചയപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ജീവിതം അതെങ്ങനെയാണ്? ആരും കാണാനില്ല, ആരും നമ്മളെ കേൾക്കുന്നില്ല, ആരും നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള ആ ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും അള്ളാഹുവിനെ സൂക്ഷിക്കാനും അള്ളാഹുവിനെ പേടിക്കാനും അള്ളാഹുവിലേക്ക് തൻ്റെ ഹൃദയത്തെ കൊണ്ടുപോകാനും നമ്മൾക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. ഇല്ല എങ്കിൽ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തെ ദീനിൽ ഉറപ്പിച്ചു നിർത്തുന്ന ഹൃദയമാക്കി മാറ്റുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബക്കാർ, അയൽവാസികൾ എല്ലാവരുടെയും ഖബറിടം അള്ളാഹു വിശാലമാക്കി നൽകുമാറാവട്ടെ. രോഗം കൊണ്ട് വളരെയധികം പ്രയാസപ്പെടുന്ന സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗങ്ങളെയെല്ലാം മാറ്റി സമാധാനമുള്ള ജീവിതത്തെ പ്രദാനം ചെയ്യുമാറാവട്ടെ. മുസ്ലിമായതിൻ്റെ പേരിൽ ലോകത്തിൻ്റെ പല ദിക്കുകളിലും പല രൂപത്തിലുള്ള പീഡനങ്ങളും മർദ്ദനങ്ങളുമൊക്കെ അനുഭവിക്കുന്ന സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങളെയെല്ലാം നീക്കി സമാധാനമുള്ള ജീവിതത്തെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ നാടിനെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കരങ്ങളിലേക്ക് റബ്ബ് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ ഈ നാടിൽ നമ്മുടെ ദീന് പ്രചരിപ്പിക്കുവാനും ദീനിനെ മനസ്സിലാക്കുവാനുമൊക്കെ ഉള്ള ആ രൂപത്തിലുള്ള ഒരു സാഹചര്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ മക്കൾ ഇന്ന് പല രൂപത്തിലുള്ള കെണികളിലാണ്. ലഹരി പോലുള്ള മാഫിയകൾ ഒരു ഭാഗത്ത് പിടിമുറുക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ ദീനിൻ്റെ പാന്താവിൽ ഒരുമിച്ച് കൂട്ടുവാനുള്ള ആ ഒരു രൂപത്തിൽ നമ്മുടെ മക്കളെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കി മാറ്റുമാറാവട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹുൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതിനാ ഫിൽ ഉമൂരി കുല്ലിഹാ وأجرنا من خزي الدنيا وعذاب الآخرة. اللهم حاسبنا حسابا يسيرا. اللهم جنبنا من المنكرات الأخلاق والأعمال والأهواء والأدواء. اللهم لا تسلط علينا من لا يرحمنا. اللهم لا تسلط علينا من لا يرحمنا. اللهم لا تسلط علينا من لا يرحمنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.